iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. UGC നെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അറേഞ്ച് ദ സീക്വൻസ് ഓഫ് ദ സ്റ്റെപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് കാറ്റോസെഫലോഅമീൻസ് ഫ്രം ട്രയോസൈൻ. അപ്പം ഇത് എങ്ങനെയാണ് കാറ്റോകോലോഅമീൻസ് ട്രയോസൈൻ ആവുന്നത്? കാറ്റോകോലോഅമീൻസ് എങ്ങനെയാണ് ട്രയോസൈൻ ആവുന്നത്? ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് തോന്നിയത് എന്തിനാ സൈക്കോളജി പഠിക്കുന്നത് നമുക്ക് ചോദിച്ചതെന്ന്. ശരി, ആക്ച്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് JRFിലേക്കും നെറ്റിലേക്കും ഒക്കെ എത്തിക്കുന്നത്. ലൈക്ക് കട്ട് ഓഫ് ബ്രേക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണിത്. ഇപ്പം വളരെ സിമ്പിളാണ്, ഒന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ ഇത്രയും വലിയ പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? അയ്യോ ഇതെനിക്കറിയില്ലേ, ഏതെങ്കിലും കുത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് ചിന്തിക്കുക, കാറ്റോകോലോഅമീൻസിനെ ട്രയോസൈൻ ആക്കുന്ന എങ്ങനെയാണ്? ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇതൊരു റിപ്പിറ്റേഷൻ വാല്യൂ ഉള്ളൊരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല. കാര്യം നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് അബൌട്ട് ബ്രേക്കിംഗ് ദ ആ റാങ്ക് ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കട്ട് ഓഫ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു ഗോളുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ആൻസർ വരുന്നത് ഇങ്ങനെയാണ് പോവുക. ട്രൈറോസൈൻ എൽ ഡോപ്പ ആവും, എൽ ഡോപ്പ ഡോപ്പമൈൻ ആവും, അത് നോറോഫ്രിനെഫ്രിനായി, പിന്നെ അത് എഫ്രിനെഫ്രിൻ ആവും. എന്താണ്? ട്രൈറോസൈൻ എൽ ഡോപ്പയായി, എൽ ഡോപ്പ ഡോപ്പമൈനായി, അത് നോറോഫ്രിനെഫ്രിനായി എപ്രിനെഫ്രിനായിട്ട് മാറുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു സ്റ്റേജസിനെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഓർഡർ ചെയ്താൽ മതി. ട്രൈറോസൈൻ എൽ ഡോപ്പയായി, ഡോപ്പമൈനായി, നോറോഫ്രിനെഫ്രിനായി, എപ്രിനെഫ്രിൻ ആവുന്നു. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ചൊരു ബേസിസ് നമുക്ക് പറയാനായിട്ടില്ല. നമുക്ക് ആകെപ്പാട് ഡോപ്പമൈനായിട്ടായിരിക്കും ഒരു ബന്ധമുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ സീക്വൻസ് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ T ratio ആൻഡ് F ratio ഈസ്. T റേഷ്യോയും F റേഷ്യോയും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. T എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് F, ദെൻ അടുത്ത ഓപ്ഷൻ എന്താണ്? T ഈസ് ഈക്വൽ ടു F, T ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് F, ആൻഡ് ദ ഫൈനൽ ഓപ്ഷൻ ഈസ് T ഈസ് ഹാഫ് F. ഇതാണ് 4 ഓപ്ഷൻസ്. ഇത് എന്താണ് T റേഷ്യോയും F റേഷ്യോയും തമ്മിലുള്ള ബന്ധം? ഇതിൻ്റെ ആൻസറിലേക്ക് തന്നെ നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. T ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് F. ഇത് ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ ആണ്, ഇതിങ്ങനെ തന്നെ പഠിക്കണം. T എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് F ആണ്. എഫിൻ്റെ സ്ക്വയർ റൂട്ടാണ് എന്തെന്ന് പറയുന്നത്? T എന്ന് പറയുന്നത്. ദറ്റ് ഈസ് F ഈസ് ഈക്വൽ ടു T സ്ക്വയർ എന്നുള്ളതാണ്. T ടെസ്റ്റും F ടെസ്റ്റും ഒക്കെ ഈക്വലൻ്റ് ആണ്. രണ്ട് ഗ്രൂപ്പുകളെ കമ്പയർ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഈ പറയുന്ന T ടെസ്റ്റ് ആൻഡ് F ടെസ്റ്റ്. അപ്പോൾ ഈ T ടെസ്റ്റും F ടെസ്റ്റും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ F ആൻഡ് T എന്ന് ചോദിച്ചാൽ F ഈസ് ഈക്വൽ ടു T സ്ക്വയർ എന്ന് ഓർത്തിരിക്കുക. ഇറ്റ്സ് എ ഫാക്ച്വൽ ഇൻഫർമേഷൻ. ഇത് അങ്ങനെ തന്നെ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ഹ്യൂമൻ ബെല്ലി ബട്ടൺ ഈസ് എ ഡാഷ്, ഇറ്റ് സെർവ്സ് നോ അഡാപ്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഈസ് മിയർലി ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ അംബ്ലിക്കൽ കോഡ്. ഇത് എവല്യൂഷണറി സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തത് പറയുന്നത് ഹോമോലോഗസ്, 2 അനലോഗസ്, 3 സ്പാൻഡ്രൽസ് ആൻഡ് 4 എക്സാപ്റ്റേഷൻസ്. എന്താണ് ഇതിൽ ഉത്തരം വരിക? ദ ഹ്യൂമൻ ബെല്ലി ബട്ടൺ, പൊക്കിൾക്കൊടി എന്ന് പറയുന്ന അംബ്ലിക്കൽ കോഡ് ഉണ്ടല്ലോ, അംബ്ലിക്കൽ കോഡിൻ്റെ ഒരു അവശേഷിപ്പാണ് ആക്ച്വലി നമ്മളിലെല്ലാം ഉള്ള ഇപ്പോഴത്തെ ബെല്ലി ബട്ടൺ എന്ന് പറയുന്നത്. ഇത് എന്താണ്? ഹോമോലോഗസ് ആണോ, അനലോഗസ് ആണോ, സ്പാൻഡ്രൽസ് ആണോ, എക്സാപ്റ്റേഷൻസ് ആണോ? എന്താണ് സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ആൻസർ ഈസ് സ്പാൻഡ്രൽസ് എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് വന്നിരിക്കുന്നത് എവല്യൂഷണറി സൈക്കോളജി എന്ന് പറഞ്ഞ ഏരിയയിൽ നിന്നാണ്. സ്പാൻഡ്രൽസ് എന്ന് പറയുന്നത് ബൈ പ്രോഡക്റ്റ് ഓഫ് എവല്യൂഷൻ, എവല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള ബൈ പ്രോഡക്റ്റ് ആണ് സ്പാൻഡ്രൽസ് എന്നുള്ള വേർഡ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് ഒരു ഡയറക്റ്റ് ഫങ്ഷൻ ഒന്നും അതിനില്ല. അതായത് ഇപ്പോൾ ഈ ബെല്ലി ബട്ടൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നുമില്ല എന്ന് നമ്മൾ പറയാറില്ലേ, ഇത് ബെല്ലി ബട്ടൺ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഫങ്ഷനും ഇല്ലാത്തൊരു പാർട്ടാണ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് സംതിങ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്, അല്ലേ? അമ്മയുമായിട്ടുള്ള, അല്ലെങ്കിൽ അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ യൂട്രസിനുള്ളിൽ ഇരുന്ന സമയത്ത് അമ്മ കഴിക്കുന്ന ഫുഡ്, അതേപോലെ തന്നെ അമ്മ എടുക്കുന്ന ന്യൂട്രിയൻസ് എല്ലാം കുഞ്ഞിന് കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് മോം ടു ബേബി കണക്ഷൻ ആയിരുന്നു അംബ്ലിക്കൽ കോഡ്. ഈ അംബ്ലിക്കൽ കോഡിൻ്റെ ഒരു ബാക്കി, അല്ലെങ്കിൽ ആ എവല്യൂഷൻ്റെ ഒരു പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ് ബെല്ലി ബട്ടൺ. ദാറ്റ് ഈസ് സ്പാൻഡ്രൽസ് എന്നാണ് ആ വാക്ക് പറയുക. അതേസമയം അതർ ഓപ്ഷൻ ഹോമോലോഗസ് എന്ന് പറഞ്ഞാൽ സെയിം ഒറിജിൻ, അനലോഗസ് എന്ന് പറഞ്ഞാൽ സെയിം ഫംഗ്ഷൻ,
എക്സാപ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ഫംഗ്ഷൻ അഡാപ്റ്റേഷൻ, ഒരു പുതിയ ഫംഗ്ഷൻ അഡാപ്റ്റ് ചെയ്യുന്നതിനെയാണ് എക്സാപ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അനലോഗസ് എന്ന് പറയുമ്പോൾ സെയിം ഫംഗ്ഷൻ ആണ്, ഹോമോലോഗസ് എന്ന് പറയുമ്പോൾ സെയിം ഒറിജിൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. എന്താണ് സ്പാൻഡ്രൽസ് എന്നും നല്ലൊരു അവബോധം നമുക്ക് ഉണ്ടാവണം. സ്പാൻഡ്രൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ബൈ പ്രോഡക്റ്റ് ഓഫ് സംതിങ് ഹാപ്പൻസ് ഇൻ എവല്യൂഷൻ, അല്ലെങ്കിൽ സംതിങ് ഹാപ്പൻസ് ഇൻ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ അവശേഷിപ്പിനെയാണ് നമ്മൾ സ്പാൻഡ്രൽസ് എന്ന് പറയുക. ദർ ഇസ് ഹോമോലോഗസ്, അനലോഗസ് ആൻഡ് എക്സെപ്റ്റേഷൻസ്. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. According to Wundt, the ability to arrange willfully the elements of thought into any number of configuration is called cognitive map, confirmable proposition, creative synthesis and wishful thinking. ഇതിൽ ഏതാണ് വില്യം ഊണ്ട് പറഞ്ഞിട്ടുള്ള നമുക്ക് ഏതൊരു എലമെന്റ്സിനെയും അറേഞ്ച് ചെയ്യാം, ഏതൊരു കോൺഫിഗറേഷനിലേക്കും അറേഞ്ച് ചെയ്യാം എന്ന് പറയുന്നത്? ദ ആൻസർ ഈസ് ഓപ്ഷൻ 3, ദറ്റ് ഈസ് ക്രിയേറ്റീവ് സിന്തസിസ്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ മൈൻഡ് ആക്റ്റീവ്ലി ഓർഗനൈസസ് എലമെന്റ്സ് ഇൻ ടു ന്യൂ ഫോം, നോട്ട് ജസ്റ്റ് പാസീവ് പെർസെപ്ഷൻ, ആക്റ്റീവ് മെന്റൽ പ്രോസസ്സാണ്. അതായത് നമുക്കറിയാം, നമ്മൾ എപ്പോഴും പാറ്റേൺസ് കാണാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. അതായത് ഏതൊരു നോർമൽ ഹ്യൂമൻ ബീങ്ങിനെ എടുത്താലും ദേ വിൽ ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് സർട്ടൺ പാറ്റേൺസ്. നമുക്ക് ചില പാറ്റേൺസ് കണ്ടുപിടിക്കാനും ആ പാറ്റേൺസിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ മനുഷ്യനൊരു പ്രത്യേക കഴിവുണ്ട്. ദാറ്റ് ആ ഒരു ഇതിനെയാണ് വില്യം വൂണ്ട് എന്തെന്ന് പറഞ്ഞത്? ക്രിയേറ്റീവ് സിന്തസിസ്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും? എബിലിറ്റി ടു അറേഞ്ച് വിൽഫുള്ളി ദ എലമെന്റ്സ് ഓഫ് തോട്ട് ഇൻ ടു എനി നമ്പർ ഓഫ് കോൺഫിഗറേഷൻ. നമ്മൾ എപ്പോഴും പാറ്റേൺസ് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പാറ്റേൺ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. ഇതൊക്കെ വരുന്നതാണ് ക്രിയേറ്റീവ് സിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വില്യം വൂണ്ട് പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് ഏത് തന്നെയാണ്? ക്രിയേറ്റീവ് സിന്തസിസ് തന്നെയാണ്. നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പുതിയ കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യും, പുതിയ സംഭവങ്ങളെ അറേഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊഗ്നിറ്റീവ് മാപ്പ് നമുക്കറിയാം ടോളമൻ്റെ കോൺസെപ്റ്റ് ആണ്. കൺഫേമബിൾ പ്രൊപ്പോസിഷൻ ഈസ് ലോജിക് ആണ്. വിഷ്വൽ തിങ്കിങ് എന്ന് പറയുന്നത് ബയാസ് ആണ് ആക്ച്വലി. ഇപ്പോൾ എന്താണ് കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ സ്ഥിരം കോളേജിൽ പോകുന്നൊരു വഴി ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, ഡിഗ്രിക്കൊക്കെ പഠിച്ചപ്പോൾ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്, കണ്ണടച്ചിട്ട് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്ന വഴി ഒന്ന് ഓർത്ത് നോക്കൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാൻ പറ്റും. കാര്യം എന്താ? നിങ്ങളുടെ ഉള്ളിൽ അതൊരു മാപ്പായിട്ട് ഫോം ചെയ്തിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അതുകൊണ്ടാണ്. കൺഫേമബിൾ പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്യുന്നതാണ്. വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബയാസ്. നമ്മൾ ബയാസ് ആയിട്ട് ചിന്തിക്കുന്നതാണ് വിഷ്ഫുൾ തിങ്കിങ്. നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ചിന്തിച്ച് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് എ ബയാസ് എന്നുള്ളതാണ്. അപ്പോൾ ദ ആൻസർ ഈസ് ക്രിയേറ്റീവ് സിന്തസിസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിസർച്ച് ബൈ സ്റ്റീവൻ മെയർ സജസ്റ്റ് ദാറ്റ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് ബി ഡ്യൂ ടു ഹയർ ലെവൽ റീജിയൻ ഓഫ് ദ ബ്രെയിൻ നോൺ ആസ് ദ വിച്ച് ഹെൽപ്പ് സബ്ജക്ട് ഡിറ്റർമൈൻ വാട്ട് ഈസ് കൺട്രോളബിൾ. അതായത് നമ്മുടെ ഏത് ഏരിയയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചുറ്റിത്തിരിച്ചൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ലേൺഡ് ഹെൽപ്ലെസ്നെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രെയിൻ ഏരിയ ഇതിലേതാണ്? അമിഗ്ഡാല, വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ഹിപ്പോകാമ്പസ്, ഡോർസൽ റാഫെ ന്യൂക്ലിയസ്. അതായത് നമ്മുടെ ഏത് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത്? ലേൺഡ് ഹെൽപ്ലെസ്നെസ്. നമുക്കറിയാം ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന സെലിഗ്മാൻ്റെ തന്നെ ഒരു കോൺസെപ്റ്റ് ആണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത് എൻ്റെ വിധി ഇതാണ് എന്ന് വെച്ചിട്ട് അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നതാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു, അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്തു, ഒരുപാട് ട്രൈ കൊടുത്തു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഓവർകം ചെയ്യാൻ പറ്റിയില്ല. സോ സബ്സിക്വൻ്റ്ലി എന്ത് പറ്റും? കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ വിധി ഇതാന്ന് വെച്ചാൽ അവിടുത്തെ ഒരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ദാറ്റ് ഈസ് ലേൺഡ് ഹെൽപ്ലെസ്നെസ്. അപ്പോൾ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയ ഏതാണ്? ആൻസറിലേക്ക് പോവാം. ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. നമുക്കറിയാം അമിഗ്ഡാല എന്ന് പറയുന്നത് ഫിയർ സെൻറ്റർ ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഫിയർ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് അമിഗ്ഡാല. അപ്പം അമിഗ്ഡാല അല്ല എന്ന് ഉറപ്പാണ്. വെൻട്രോമീഡിയൽ എന്തുകൊണ്ട് വന്നു നമുക്ക് പറയാം. ഹിപ്പോകാമ്പസ് ഈസ് റിലേറ്റഡ് ടു മെമ്മറി. നമ്മുടെ ലോങ് ടേം മെമ്മറി കൺസോൾട്ടേഷനുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഹിപ്പോകാമ്പസ്. ഡോർസൽ റാഫെ ന്യൂക്ലിയസ് ഈസ് നമ്മുടെ സെറാട്ടോണിൻ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ള സെറാട്ടോണിൻ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് റാഫെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് വൈ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീവ് മേയറിന്റെ റിസർച്ചിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ
കൺട്രോൾ ഓവർ സിറ്റുവേഷൻസ്, നമുക്ക് ഒരു സാഹചര്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. ഇത് ഇനാക്റ്റീവ് ആവുമ്പോഴാണ് ഈ പറയുന്ന ഹെൽപ്ലെസ്നെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഏരിയ, അതായത് നമ്മുടെ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഒരു സാഹചര്യത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഇല്ലേ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഈ പറയുന്ന വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ്. അപ്പോൾ ആ ഏരിയയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ എനിക്ക് വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല എൻ്റെ സാഹചര്യം എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എനിക്ക് മാറ്റാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. എപ്പോൾ വെൻട്രോമീഡിയൽ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന സ്റ്റീവ് മെയറിൻ്റെ റിസർച്ചിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അമിഗ്ഡാല ഈസ് ഫിയർ, ഹിപ്പോക്യാമ്പസ് ഇസ് മെമ്മറി, ഡോർസൽ റാഫേ ഈസ് റിലേറ്റഡ് ടു സെറോട്ടോണിൻ. ഓക്കെ ഫൈൻ, ഇത് നോട്ട് ചെയ്യണം കേട്ടോ. ഡോർസൽ റാഫേ ന്യൂക്ലിയൊക്കെ എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ആൾക്കാരാണ്. ഹിപ്പോക്യാമ്പസ് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അമിഗ്ഡാല ഈസ് ദ ഫിയർ സെന്റർ ഓഫ് ബ്രെയിൻ. ഓക്കെ ഫൈൻ. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു പേഴ്സൺസ് ഹാവിങ് IQ level in between 20 to 25 to 35 to 40 required during test administration. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിന് IQ ലെവൽ 20 to 25, 35 to 40 ആണ്. ഈ ടെസ്റ്റ് ഒരാൾക്ക് എത്രത്തോളം ഏത് ലെവൽ ഓഫ് സപ്പോർട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്? ക്വസ്റ്റ്യൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അത് എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ് IQ ലെവൽ 20 to 25 and 35 to 40 ഉള്ള ഒരു ഇൻഡിവിജ്വലിന് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ട് ഏതാണ്? ഇന്റർമിറ്റൻറ്റ് സപ്പോർട്ട് മതിയോ, ലിമിറ്റഡ് സപ്പോർട്ട് മതിയോ, എക്സ്റ്റെൻസീവ് സപ്പോർട്ടാണോ, പെർവസീവ് സപ്പോർട്ട് മതിയോ? ഇപ്പം ഏത് ലെവൽ ഓഫ് സപ്പോർട്ടാണ് ഈ പറയുന്ന റേഞ്ചിലുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്? അപ്പോൾ അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇൻ്റലിജൻസ് ലെവൽ മനസ്സിലാക്കണം. ആ ഇൻ്റലിജൻസ് ലെവലിനകത്ത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ ലെവൽസ് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്താണ് ഇതിനെ പറ്റി മനസ്സിലാവുക. ഇപ്പോൾ 20 to 25 ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ എക്സ്റ്റെൻസീവ് സപ്പോർട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ്. നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു ടേബിളിൽ തന്നെ നമുക്കിത് പഠിക്കാം. ഇപ്പോൾ മൈൽഡ് ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ വരുന്നത് ഒരു 50 to 55 അല്ലെങ്കിൽ 70 ഒക്കെ വരുമ്പോൾ മൈൽഡ് ആണ്. അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് കൊടുത്താൽ മതി. 35 to 40 അല്ലെങ്കിൽ 50 to 55 ഒക്കെ ആകുമ്പോൾ മോഡറേറ്റ് ലെവലിലുള്ളവരാണ്, ലിമിറ്റഡ് സപ്പോർട്ട് മതി. സിവിയർ കണ്ടീഷനാണ് 20 to 25 അല്ലെങ്കിൽ 35 to 40 എന്ന് പറയുന്നത്. അവിടെ എക്സ്റ്റെൻസീവ് സപ്പോർട്ട് കൊടുക്കണം. ബിലോ 20 to 25 പോയി കഴിഞ്ഞാൽ പെർവസീവ് സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ മൈൽഡ് എന്ന് പറയുമ്പോൾ 50 to 55 ആണ്, അവർക്ക് ഒരു ഇൻ്റർമീഡിയറ്റ് സപ്പോർട്ട് കൊടുത്താൽ മതി. മോഡറേറ്റ് എന്ന് പറയുമ്പോൾ 35 to 40 അവർക്കൊരു ലിമിറ്റഡ് സപ്പോർട്ട് കൊടുത്താൽ മതി. സിവിയർ ആകുമ്പോൾ 20 to 25 ആണ്, അവർക്കൊരു എക്സ്റ്റെൻസീവ് സപ്പോർട്ട് കൊടുക്കണം. പ്രൊഫൗണ്ട് ആകുമ്പോൾ ബിലോ 20 to 25 ആണ്, പെർവസീവ് സപ്പോർട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. വൺ ഈസ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് അതർ ഈസ് ലേബിൾഡ് ആസ് റീസൺ. അസേർഷൻ എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് ഫാസ്റ്റർ വെൻ UCS, ദാറ്റ് ഈസ് അൺകണ്ടീഷണൽ സ്റ്റിമുലസ്, ഈസ് പ്രസന്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ conditioned stimulus rather than before. Reason എന്താണ്? According to cognitive perspective, classical conditioning occur because CS, that is conditioned stimulus, provides expectancy about the coming of UCS. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. എന്താണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് ഫാസ്റ്റർ. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഭയങ്കര സ്പീഡിലായിരിക്കും. എപ്പോൾ? വെൻ UCS, unconditioned stimulus, is presented immediately after CS. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന ഫുഡ് അല്ലെങ്കിൽ നമ്മൾ മീറ്റ് പൗഡർ, അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. ഈസ് പ്രസന്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ CS കാണിച്ച് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? UCS കാണിക്കുകയാണ്. മണിയടിച്ച് ഉടനെ മീറ്റ് പൗഡർ കാണിക്കുകയാണെങ്കിൽ rather than before. അതായത് UCS ഈസ് പ്രസന്റഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ CS. മണി അടിച്ചു ഉടനെ ഫുഡ് കൊടുക്കുന്നു എങ്കിൽ ആ റേറ്റ് കൂടുതലായിരിക്കും. എന്തിൻ്റെ? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ. കിട്ടിയോ? അതായത് മണി അടിച്ചു ഉടനെ മീറ്റ് പൗഡർ കൊടുത്തു കഴിഞ്ഞാൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും എന്നാണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്. മണി അടിച്ചു ഉടനെ മീറ്റ് പൗഡർ കൊടുത്തു, ദെൻ ദ റേറ്റ് ഓഫ് ക്ലാസിക്കൽ കണ്ടീഷൻ വിൽ ബി ഹൈ. ദാറ്റ് ഈസ് അസേർഷൻ. റീസൺ എന്താണ്? അക്കോർഡിംഗ് ടു കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കർ ബിക്കോസ് CS പ്രൊവൈഡ് എക്സ്പെക്റ്റൻസി അബൌട്ട് ദ കമ്മിങ് ഓഫ് UCS. അതായത് CS
മണി അടിക്കുന്നത് ഫുഡ് വരാനാണ് എന്നുള്ളൊരു ബോധം ആരിൽ കൊടുക്കും? എന്തിലാണോ നമ്മൾ കണ്ടീഷൻ ചെയ്യുന്നത് അവർക്ക് കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏകദേശം ഉത്തരം കിട്ടിയിട്ടുണ്ടാവും, കാര്യം നമ്മളിത് കുറേ പഠിച്ചിട്ടുള്ളതാണ്. ദ ആൻസർ വരുന്നത് എന്താണ്? Both A and R are correct and R is the correct explanation of A. അപ്പോൾ നമുക്കറിയാം മണി അടിക്കുമ്പോൾ നമ്മുടെ ഡോഗ് സലൈവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് അതിൻ്റെ പിറകെ എന്ത് വരും? ഫുഡ് വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് അല്ലേ? അതായത് ഫുഡ് വരും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മണിയടിയിൽ എന്ത് ചെയ്തത്? സലൈവേറ്റ് ചെയ്തത്. അപ്പോൾ ഓഫ് കോഴ്സ് എന്താണ്, നമ്മൾ UCS കൊടുത്ത് അതായത് മണി അടിച്ച് ഉടനെ മീറ്റ് പൗഡർ കൊടുക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഡോഗിന് എന്ത് മനസ്സിലാവും? ആ മണി അടിക്കുന്നത് ഫുഡ് വരാനാണ് എന്നുള്ള ആ വിശ്വാസം വരും. ആ വിശ്വാസം എന്ത് ചെയ്യും? പിന്നെ കണ്ടീഷനിങ്ങിന്റെ റേറ്റ് കൂട്ടുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ അല്ലേ? ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. മീറ്റ് പൗഡർ കൊടുത്ത് ഉടനെ മണി അടിക്കുമ്പോൾ പിന്നെ മണി അടിക്കുമ്പോൾ കണ്ടീഷനിങ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആ മണി അടിയിൽ എന്തുണ്ട്? ഫുഡ് ബേക്കിലേ വരുന്നുണ്ട് എന്നുള്ള ഡോഗിന്റെ ആ ഒരു ട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസമാണ്. അപ്പൊ ഇതാണ് അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസേർഷൻ റീസൺ തന്നെയാണ്. അസേർഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് തിങ്കിങ് ആൾവേസ് റിക്വയർ ഡൈവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് ഹെൽപ്സ് ഇൻ ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ സൊല്യൂഷൻ ടു എ സിംഗിൾ പ്രോബ്ലം. ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ബോത്ത് A and R are correct and R is the correct explanation of A. നമുക്കറിയാം ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് ഒരു ഡൈവേർജന്റ് തിങ്കിങ് ആണ്. ഡൈവേർജന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും, മെനി പോസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി, ബ്രെയിൻ സ്ട്രോമിങ്, ഇതെല്ലാം ഡൈവേർജന്റ് തിങ്കിങ് ആണ്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ സൊല്യൂഷൻ ഉണ്ടാവും. ഡൈവേർജന്റ് എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് ആണ്. കൺവേർജന്റ് എന്ന് പറയുമ്പോൾ അപ് ടു എ പോയിന്റ്, എല്ലാം ഒരു പോയിന്റിലേക്ക് വരുന്നതാണ് കൺവേർജന്റ് തിങ്കിങ്. ഡൈവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ഡൈവേഴ്സ് ആയിട്ടുള്ള പോപ്പുലേഷനിലേക്ക് പോവുക, അല്ലെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസിലേക്ക് പോകുന്നതാണ് ഡൈവേർജന്റ് തിങ്കിങ്. കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുമ്പോൾ അപ് ടു എ പോയിന്റ്, ഒരു പോയിന്റിലേക്ക് മാത്രം വരുന്നതാണ് കൺവേർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണ്. JP ഗുൽഫ്രഡിന്റെ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? ഡൈവേർജന്റ് തിങ്കിങ് ആണ്. കാരണം അവിടെ ഡൈവേഴ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള മെത്തഡോളജീസ് അവിടെ ഉണ്ടാവും എന്ന് ഓർക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് എക്സ്പ്ലൈൻസ്. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഫോർഗെറ്റിംഗ് ഇതിലെ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർഗെറ്റിംഗ് ഒക്കർ വെൻ കോണ്ടെക്സ്റ്റ് റിട്രൈവൽ ഡിഫർ ഫ്രം എൻകോഡിംഗ്. B, it is supported by the encoding specificity principle. C, it only applies to procedural memory. It is unrelated to environmental cues. കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് നമുക്കറിയാം. നമ്മൾ എൻകോഡ് ചെയ്യുന്ന സമയത്തും റിട്രൈവ് ചെയ്യുന്ന സമയത്തും ഒരേ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ എൻഹാൻസ് അവർ മെമ്മറി. അതാണ് എൻകോഡിങ് സ്പെസിഫിസിറ്റി അല്ലേ? അതായത് ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഈ 10ാം ക്ലാസ്സിൻ്റെ സമയത്തൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉത്സവം വരാറുണ്ട്. അപ്പോൾ സ്ഥിരം ഇങ്ങനെ പാട്ടൊക്കെ വെക്കുമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പാട്ടൊക്കെ വെക്കുന്ന സമയത്ത് സോഷ്യൽ സയൻസിൻ്റെ എക്സാമാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തിയറി എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് തലയിൽ കയറുന്നില്ല, എത്ര പഠിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ പാട്ട് കേൾക്കുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട്. അപ്പോൾ എക്സാം ഹാളിൽ ചെന്നിരുന്നു, അപ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ഓർമ്മ വരുന്നില്ല. അപ്പോൾ വെച്ച ആ പാട്ട് പഠിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ സെയിം പാട്ട് തന്നെ ഈ ഇവിടുത്തെ ബോക്സിൽ അവർ പ്ലേ ചെയ്തു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി എന്നറിയോ? ഈ തിയറി ഓർമ്മ വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് എൻകോഡിങ് സ്പെസിഫിസിറ്റി. ഞാൻ അത് എൻകോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ക്യൂ ആയിരുന്നു ആ പാട്ട്. ഞാൻ അതിനെ റിട്രൈവ് ചെയ്യാൻ ട്രൈ ചെയ്തപ്പോൾ ആ പാട്ട് വന്നപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? അത് റിട്രൈവ് ചെയ്തെടുക്കാൻ പറ്റി. ദാറ്റ് ഈസ് എൻകോഡിങ് സ്പെസിഫിസിറ്റി, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു. അപ്പോൾ ആൻസർ B എന്തായാലും ഉണ്ടെന്ന് ഉറപ്പായി. Then A, forgetting occur when context retrieval differ from encoding. ഇപ്പോൾ ഞാൻ എൻകോഡ് ചെയ്ത സമയത്തല്ല ഉള്ള പാട്ടല്ല എക്സാം എഴുതിയ സമയത്ത് അവർ വെച്ചതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഓർമ്മ വരാനേ പോകുന്നില്ല. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ഫോർഗെറ്റിംഗ് എന്ന് പറയുന്നത് എൻകോഡ് ചെയ്യുന്ന സമയത്തുള്ള കോണ്ടെക്സ്റ്റ് അല്ല, റിട്രൈവ് ചെയ്യുമ്പോൾ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യും? ഫോർഗെറ്റിംഗ് ഉണ്ടാവും, റിട്രൈവലിൻ്റെ റേറ്റ് കുറയും. അതാണ് എൻകോഡിംഗ് സ്പെസിഫിസിറ്റി. സോ ദ ആൻസർ ഈസ് A and B only. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടിയല്ലോ അല്ലേ? അതായത് നമ്മൾ എൻകോഡ് ചെയ്യുമ്പോൾ ഉള്ള അതേ കോണ്ടെക്സ്റ്റ് ആയിരിക്കണം നമ്മൾ റിട്രൈവ് ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ടത്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? റിട്രൈവലിൻ്റെ റേറ്റ് കുറയും, അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് ഉണ്ടാവും. അതായത് നമ്മൾ
എൻകോഡ് ചെയ്യുമ്പോൾ ഉള്ള അതേ കോണ്ടെക്സ്റ്റ് ആയിരിക്കണം റിട്രൈവ് ചെയ്യുമ്പോഴും ഉണ്ടാവേണ്ടത്. എന്നാൽ അത് ഡിഫറെൻ്റ് ആണെങ്കിൽ, അത് രണ്ടും മാറി മാറി നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫോർഗെറ്റിംഗ് ഉണ്ടാവും. ദാറ്റ് ഈസ് എ ആൻഡ് ബി ഓൺലി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസേർഷൻ റീസൺ ആണ്. The working memory index, that is WMI, in Wechsler's adult intelligence scale is comprised of subtests sensitive to attention and immediate memory. And the reason is a relatively low score on working memory index may signify that the examinee has attentional or memory problem, especially with the orally presented material. The working memory index എന്ന് പറയുന്നത് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസിനകത്തുള്ള ഒരു സബ് ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സബ് സ്കെയിൽ ആണെന്ന് പറയാം. ഇതിൽ അറ്റൻഷൻ, ഇമ്മീഡിയറ്റ് മെമ്മറി ഒക്കെ അവർ പഠിക്കുന്നുണ്ട് എന്നാണ് അസേർഷൻ പറയുന്നത്. റീസൺ പറയുന്നത് എന്താണ്? ഇതിലൊരു ലോ സ്കോർ വന്നു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ മെമ്മറി പ്രോബ്ലം ഉണ്ട്, എസ്പെഷ്യലി ഓറലി ഉള്ള കാര്യങ്ങളിലാണ് ബുദ്ധിമുട്ട് എന്നാണ് റീസൺ പറയുന്നത്. എന്താണ് അസേർഷൻ പറഞ്ഞിരിക്കുന്നത്? വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ് സബ് ടെസ്റ്റ് ആണ്. അത് മെഷർ ചെയ്യുന്ന എന്തൊക്കെയാണ്? അറ്റൻഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് മെമ്മറിയാണ്. അതേസമയം റീസൺ പറയുന്നത് എന്താണ്? ഈ പറയുന്ന വർക്കിംഗ് മെമ്മറി ഇൻഡെക്സിൽ ഒരു ലോ സ്കോർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓറലി പ്രസന്റ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് റീസൺ. നമുക്ക് ഇതിന്റെ ഉത്തരത്തിലോട്ട് പോയാൽ ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്തുകൊണ്ട് ഇതിന്റെ ഉത്തരം ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഡേവിഡ് വെഷ്ലർ ആണ് വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ അടിയിലുള്ള സബ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ വെർബൽ കോംപ്രിഹെൻഷൻ, പെർസെപ്ച്വൽ റീസണിങ്, വർക്കിംഗ് മെമ്മറി, പ്രോസസ്സിംഗ് സ്പീഡൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അതിൽ വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ആ വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ടെമ്പററി ആയിട്ട് എത്രത്തോളം ഇൻഫർമേഷൻസ് ഹോൾഡ് ചെയ്യാൻ പറ്റും, ആ ഇൻഫർമേഷൻ ആ വിത്തിൻ ടൈം പീരീഡ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇത് രണ്ടുമാണ് വർക്കിംഗ് മെമ്മറിയിൽ നോക്കുന്നത്. അവിടെ അതിനകത്തുള്ള സബ് ടെസ്റ്റുകളാണ് ഡിജിറ്റ് സ്പാനും അർത്ഥമെറ്റിക്കും. അല്ലാതെ ഒരിക്കലും നമ്മുടെ അറ്റൻഷനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ഓറലി പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വന്ന പ്രശ്നമാണെന്നോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, വർക്കിംഗ് മെമ്മറി പറയുന്നില്ല. ഓക്കെ, ക്ലിയർ? വർക്കിംഗ് മെമ്മറി പറയുന്നില്ല. വർക്കിംഗ് മെമ്മറി സിംപ്ലി നോക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ അർത്ഥമെറ്റിക് ആയിട്ടുള്ള നമ്മുടെ എബിലിറ്റിയാണ്. അല്ലാതെ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ, ഓഡിറ്ററി മെമ്മറി ഇതിനകത്തൊന്നും വലിയൊരു റോൾ ആർക്കില്ല. ഈ പറയുന്ന റീസൺ ഇല്ല. അപ്പോൾ അതായത് നമുക്ക് ഒന്നും കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ് ഇൻ വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഈസ് കംപ്രൈസ്ഡ് ഓഫ് സബ് ടെസ്റ്റ് സെൻസിറ്റീവ് ടു അറ്റൻഷൻ ആൻഡ് ഇമ്മീഡിയറ്റ് മെമ്മറി. അത് കറക്റ്റ് ആണ്. അറ്റൻഷനും ഇമ്മീഡിയറ്റ് മെമ്മറി ആയിട്ട് റോൾ ഉണ്ട് ആർക്ക്? വർക്കിംഗ് മെമ്മറിക്ക്. റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താണ്? റിലേറ്റീവ്ലി ലോ സ്കോർ ഓൺ വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ് may signify that the examinee has attentional or memory problem, especially with orally present material. ഇതും കറക്റ്റ് ആണ്, പക്ഷെ എന്തല്ല, കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല എന്നുള്ളതാണ്. ഇത് വേറെ തന്നെ ഒരു സബ് സ്കെയിലിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇപ്പം കിട്ടിയോ? അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കുക, ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നു എന്നുള്ളതാണ്. ഇതും സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, ദ ടു ജീൻസ് ദാറ്റ് കൺട്രോൾ ദ സെയിം ട്രൈറ്റ്സ് ആർ കാൾഡ്. ഒരുപാട് കുഞ്ഞിലെയൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ലൈക്ക് 8ലോ 9ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ദ ടു ജീൻ ദാറ്റ് കൺട്രോൾ ദ സെയിം ട്രൈറ്റ്. ഒരേ ട്രൈറ്റ് കൺട്രോൾ ചെയ്യുന്ന സെയിം ജീനിനെ നമ്മൾ എന്താ പറയുക? ഓപ്ഷൻ എ പറയുന്നത് ഹോമോസൈഗോസ്, അലീസ് ഹെട്രോസൈഗോസ്, ജനറ്റിക് റീകോമ്പിനേഷൻ. ഏതായിരിക്കും ഉത്തരം വരിക? ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 അലീസ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് വേർഷൻസ്, അതായത് ഒരു ജീനിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വേർഷൻസിനെയാണ് നമ്മൾ അലീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഐ കളർ ജീൻ ആണെങ്കിൽ ബ്രൗൺ, ബ്ലൂ, അങ്ങനെ ഡിഫറെൻറ്റ് ഒരേ ജീൻ തന്നെയാണ്, പക്ഷെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്നുള്ളതാണ്. ഹോമോസൈഗോസ് എന്ന് പറയുമ്പോൾ സെയിം അലീസ്, ഹെട്രോസൈഗോസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് അലീസ് എന്നുള്ളതാണ്. ദെൻ 86ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് മോട്ടിവേഷണൽ തിയറി റിലൈസ് ഹെവിലി ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ്. ഹോമിയോസ്റ്റാറ്റിസ് അതായത് ബയോളജിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് ഹോമിയോസ്റ്റാറ്റിസിനെ നമ്മൾ പറയുക. അതുമായി അസോസിയേറ്റ് നിൽക്കുന്ന മോട്ടിവേഷൻ്റെ തിയറി ഏതാണ്? ഇൻസ്റ്റിങ്ക്ച്വൽ തിയറി, നീഡ് ഫോർ അഫിലിയേഷൻ തിയറി,
ഡ്രൈവ് റിഡക്ഷൻ തിയറി, നീഡ് ഫോർ അച്ചീവ്മെന്റ് തിയറി. ഏത് തിയറിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും. ദറ്റ് ഈസ് ഡ്രൈവ് റിഡക്ഷൻ തിയറി. നമുക്കറിയാം എയറോസോൾ ഉണ്ടാവുമ്പോൾ, അതായത് നമുക്കൊരു നീഡ് ഉണ്ടാകുന്ന സമയത്ത് എയറോസോൾ ഡെവലപ്പ് ചെയ്യുന്നു. ആ എയറോസോളിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് നമുക്ക് ഭയങ്കര ഡിസ്കംഫേർട്ടാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഇത് ക്ലാർക്ക് ഹള്ളിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണ്. നമുക്കെപ്പോഴും എന്താ ഒരു ഇന്റേണൽ ടെൻഷൻ ഉണ്ടല്ലേ, ആ ടെൻഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രൈ ചെയ്യും. എപ്പോഴും ഹോമിയോസ്റ്റാറ്റിസ് കീപ്പ് ചെയ്യണം. ആ എയറോസോൾ ലെവല് നമുക്ക് പഴയതുപോലെ ആക്കണം. അപ്പോൾ അതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം ഹങ്കർ ഉണ്ടായി, അപ്പോൾ ഒരു ഡ്രൈവാണ് അവിടെ. അതെന്ത് ചെയ്യും? നമ്മൾ ഈറ്റ് ചെയ്യുന്നതിലൂടെ ബാലൻസ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹോമിയോസ്റ്റാറ്റിസുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന മോട്ടിവേഷണൽ തിയറി എന്ന് പറയുന്നത് ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ്. നമുക്ക് എപ്പോഴാണോ ഒരു നീഡ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. എന്തിനാണ്? ആ ഡെഫിഷ്യൻസി കുറച്ച് ഡ്രൈവ് ഒക്കെ പഴയതുപോലെയാക്കാൻ. സോ സിംപിളി പറഞ്ഞാൽ ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി അസോസിയേറ്റ് ചെയ്യുന്ന തിയറി ഡ്രൈവ് റിഡക്ഷൻ തിയറിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 87ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? കരോൾ റൈവ്സ് സൈക്കോളജിക്കൽ വെൽബീയിങ് മോഡൽ ഇൻക്ലൂഡ് 6 ഡയമെൻഷൻസ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ? കരോൾ റൈവ്സിന്റെ സൈക്കോളജിക്കൽ വെൽബീയിങ് മോഡലുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 6 ഡയമെൻഷൻസ്, ഇതിലേതാണ് കറക്റ്റ്? അതിൽ ഒന്നാമത്തെ എന്താണ്? സെൽഫ് അക്സെപ്റ്റൻസ്, എൻവയോൺമെന്റൽ മാസ്റ്ററി, പേഴ്സണൽ ഗ്രോത്ത്, പർപ്പസ് ഇൻ ലൈഫ് ആൻഡ് ഓട്ടോണമി ആണോ? അതോ എൻവയോൺമെന്റൽ മാസ്റ്ററി, ഓട്ടോണമി, പോസിറ്റീവ് റിലേഷൻഷിപ്പ്, സെൽഫ് അക്സെപ്റ്റൻസ്, ഓപ്റ്റിമിസം ആണോ? അതോ ഓട്ടോണമി, പർപ്പസ് ഇൻ ലൈഫ്, പോസിറ്റീവ് റിലേഷൻഷിപ്പ്, പേഴ്സണൽ ഗ്രോത്ത്, ഗ്രിറ്റ് ആണോ? അതോ ലൈഫ് പർപ്പസ്, എൻവയോൺമെന്റൽ മാസ്റ്ററി, റെസിലിയൻസ്, ഓട്ടോണമി, റിലേഷൻഷിപ്പ്? ഇതിലേതാണ് സൈക്കോളജിക്കൽ വെൽബീയിങ് മോഡലുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന 6 ഡയമെൻഷൻസ്? നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഫസ്റ്റ് ആണ് സെൽഫ് അക്സെപ്റ്റൻസ്, എൻവയോൺമെന്റൽ മാസ്റ്ററി, പേഴ്സണൽ ഗ്രോത്ത്, പർപ്പസ് ഇൻ ലൈഫ്, ഓട്ടോണമി. ഇത് 6 എണ്ണമാണ് ഡയമെൻഷൻസ്. കരോൾ റൈവ്സിൻ്റെതാണ്. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു യൂസ് ഉണ്ടാവില്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്ത് ചെയ്യുക? ഈ പറയുന്ന 6 കമ്പോണൻസ് കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഈ 6 കമ്പോണൻസിനെ പറ്റി കറക്റ്റായിട്ട് ബോധം ഉണ്ടാവുക എന്നുള്ളതാണ് കരോൾ റൈവ്സിൻ്റെ ഈ ഒരു മോഡലിൽ പറയുന്നത്. ഏതൊരു മനുഷ്യനും സൈക്കോളജിക്കലി വെൽ ആവുന്ന അല്ലെങ്കിൽ മെൻ്റലി ഫിറ്റ് ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടാവുമ്പോൾ, ഞാൻ എന്താണോ അതായിട്ട് ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? എന്നെ വേറൊരാൾ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നടക്കുന്ന കേസാണോ? അല്ല. അപ്പം ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് എൻവയോൺമെന്റൽ മാസ്റ്ററി. എൻ്റെ ചുറ്റുപാടും ഒരു എൻവയോൺമെന്റ് ഉണ്ട്. ആ എൻവയോൺമെന്റിൽ ഞാനായിരിക്കണം മാസ്റ്റർ. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ലിവിങ് ബീയിങ് സമയത്ത് ഞാനായിരിക്കണം എൻ്റെ എൻവയോൺമെന്റിൽ മാസ്റ്റർ ആയിട്ടുണ്ടാവുന്നത്. ഈ സെൽഫ് അക്സെപ്റ്റൻസും എൻവയോൺമെന്റൽ മാസ്റ്ററിയും ഒരു പേഴ്സണൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണം. എനിക്ക് വളരാൻ പറ്റണം അല്ലേ? പേഴ്സണൽ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകണം. അത് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും? ഒരു പർപ്പസ് തരും. നമ്മൾ ഈ പഠിച്ചിട്ടില്ലേ പോസിറ്റീവ് സൈക്കോളജി റിലേറ്റഡ് ആയിട്ട്? അപ്പോൾ അതേപോലെ ഒരു പർപ്പസ് തരുന്നു. ആ പർപ്പസിലൂടെ എന്ത് ചെയ്യും? നമുക്കൊരു ഓട്ടോണമി, ഞാനാണ് എൻ്റെ ലൈഫിൻ്റെ ഫ്രീഡം, റെസ്പോൺസിബിലിറ്റി ഒക്കെ എനിക്കുള്ളതാണെന്നുള്ളൊരു ഓട്ടോണമി, അതുവഴി പോസിറ്റീവ് റിലേഷൻഷിപ്സ് ഫോം ചെയ്യുന്നു. സോ വെൽബീയിങ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ളൊരു ഹാപ്പിനെസ് അല്ല, പകരം നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങും പ്രോപ്പർ ഗ്രോത്തിലൂടെയും നടക്കുന്ന ഒന്നാണ്. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.